ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡിസംബർ 27 കേരള ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. 7ഓളം സിനിമകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവതാർ, കളങ്കാവൽ, വൃഷഭ, ബബബ, ഹാൽ, മിണ്ടിയും പറഞ്ഞും, സർവ്വമായ തുടങ്ങിയ ചിത്രങ്ങൾ. ഇതിന് മുന്നോടിയായി ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. നമുക്ക് ആദ്യം തന്നെ സർവ്വമായയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. സിനിമ കത്തിക്കയറുക തന്നെയാണ്. 2 ദിവസങ്ങൾ കൊണ്ട് 20 കോടിക്ക് മുകളിൽ നേടി. ഇന്ന് 1400ഓളം ഷോകളാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. മണിക്കൂറിൽ 11,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോഴും വിറ്റുപോകുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 1.5 കോടിക്കടുത്ത് സിനിമ എത്തുന്നു ഇന്നത്തേതുകൊണ്ട്. ഇന്നലെ കൊണ്ട് 1 കോടിക്ക് മുകളിൽ നേടി. എല്ലായിടത്തും ഹെവി എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റെസ്പോൺസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കളക്ഷൻ ഡീറ്റെയിൽസിൽ കടന്നു വരാം. 1349ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 2,45,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇതുവരെ വിറ്റുപോയത്. 68% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 900-നടുത്തുള്ള ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ഉണ്ട്. 41ഓളം ഹൗസ്ഫുൾ ഷോകളുണ്ടെന്ന് ട്രാക്കേഴ്സ് വിധി എഴുതിയിരിക്കുന്നു. ഇവിടെ 4,09,15,000 രൂപയാണ് വൈകുന്നേരം 8 മണി വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ 3,83,00,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ ട്രാക്ഡ് കളക്ഷൻ വന്നെങ്കിൽ ഇന്ന് ഇനിയും മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ 4,09,00,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമ 5-5.5 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ളതിന് നിസ്സംശയം പറയാവുന്ന കാര്യം തന്നെയാണ്. വരുന്ന മണിക്കൂറുകളിൽ ഇതിന് മുകളിലേക്ക് കയറി 5 കോടിയെങ്കിലും ട്രാക്കിങ്ങിലൂടെ എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ ട്രാക്കിങ്ങിലൂടെ 11,12,00,000 രൂപ നേടി. ആദ്യ ദിനം 8 കോടിക്ക് മുകളിൽ നേടിയ സിനിമ 2-ാം ദിനം 12 കോടിയോളമാണ് നേടിയത്. 3-ാം ദിനമായ ഇന്ന് സിനിമ 15 കോടിക്ക് മുകളിൽ നേടുമെന്നുള്ളതും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 35 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. എന്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് തന്നെ സിനിമ 50 കോടിക്ക് മുകളിൽ പോകുമെന്നും വരുന്ന ഒരാഴ്ചക്കുള്ളിൽ തന്നെ, അതായത് ക്രിസ്മസ് വെക്കേഷൻ കഴിയുമ്പോഴത്തേക്ക് സിനിമ 100 കോടിയിലേക്ക് എത്തുമെന്നുള്ളതും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. എങ്ങും എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏത് കണക്കെടുത്ത് നോക്കിയാലും സിനിമ മുന്നിൽ തന്നെ നിൽക്കുന്നു. അതായത് നിവിൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചുവരവ് 7 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു വമ്പൻ വിജയം വരുന്നത്. അപ്പോഴും ജനങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈകുന്നേരം 6 തൊട്ട് 7 മണി വരെ പോയത് 10,600ഓളമാണ് പോയത്. ഇന്നലെ 10,800ഓളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്നലെ മാത്രം വിറ്റുപോയത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് കാണാൻ കഴിയുന്നത്. ഇനിയും നമുക്ക് അടുത്തത് മോഹൻലാൽ നായകനായി എത്തിയ തെലുങ്ക് ചിത്രത്തിൻ്റെ കഥയിലേക്ക് നമുക്ക് വരാം. ഈ ഒരു സിനിമ വൃഷഭ 3-ാം ദിനവും അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 334 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4,000-ഓളം ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു. അതായത് വമ്പൻ ഇടിവ്, വാഷ് ഔട്ട് എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നവർക്ക് ആ ഒരു കാര്യങ്ങൾ മാറ്റി വെച്ചേക്കുക. ഇന്ന് 6,58,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ വാരിയിരിക്കുന്നു. അതായത് ഇന്നലെ 7,76,000 ഇന്ന് ഫൈനൽ അതിന് മുകളിലേക്ക് പോകും. ഇന്ന് 5%-ഓളം എക്യുപ്പൻസിയാണ്. ഇന്നലെ 4% ഉണ്ടായിരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 50 ലക്ഷം രൂപ നേടിയ ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 1.5 കോടിയോളം ഇന്ന് നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും കേരള ബോക്സ് ഓഫീസ് ആദ്യ ദിനം 45 ലക്ഷം രൂപയും 2-ാം ദിനം 10 ലക്ഷം അല്ലെങ്കിൽ 14 ലക്ഷം രൂപയും ആ റേഞ്ചിലാണ് നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. 3-ാം ദിനവും അങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു കൊയ്ത്ത് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര സംഭവം എന്നല്ല, പക്ഷേ പ്രതീക്ഷയ്ക്കൊക്കെ മുകളിലേക്ക് പോകുന്നു. ഒരു പക്ഷേ ഇത് 3 ദിവസം കൊണ്ട് വാഷ് ഔട്ടാവും. ബാക്കി എല്ലായിടത്തും ഒരു നിരാശാജനകമായ പ്രകടനമാണ് കാണിക്കുന്നതെങ്കിൽ കേരളത്തിൽ മോഹൻലാൽ ഫാൻസിൻ്റെ പവർ തന്നെയാണ് ഇത് കാണിച്ചു തരുന്നത്. സാധാരണ വേറെ ആരുടെയെങ്കിലും ഒരു പടമാണെങ്കിൽ ഇതിൻ്റെ പകുതി പോലും ഓടില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനിയും അവതാർ ഇംഗ്ലീഷ് മൂവിയാണ്. നമുക്കറിയാം ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 9-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 186ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 11,440ഓളം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയെന്ന് ട്രാക്കേഴ്സ് പറയുന്നു. 28% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ 30 ലക്ഷം രൂപയ്ക്ക് സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞു. അതായത് 29,56,000 രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. അതായത് 40-45 ലക്ഷം രൂപ ഇന്നും സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുന്നു. കേരളത്തിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 6,33 ലക്ഷം രൂപ നേടിയ ചിത്രം ഏകദേശം 8.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ നേടിയിരുന്നത്. വമ്പൻ വിജയമാണ് കേരളത്തിൽ ഈ ഒരു സിനിമ ഇരിക്കുന്നത്. എന്തായാലും ചാർലി ചാപ്ലിൻ്റെ ചെറുമകൾ ഈ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു ഏറ്റവും വലിയ കാര്യം. ബബബ ദിലീപ് നായകനായി എത്തിയ ബബബ ഇതാ കളം നിറഞ്ഞ് ആടുകയാണ്. അതായത് ഷോ കൗണ്ടുകൾ വളരെയധികം കുറഞ്ഞു എന്ന് പറഞ്ഞാലും 573ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 18,336ഓളം ആളുകൾ ഇന്ന് ടിക്കറ്റ് എടുത്തു. 13.5%-13.5%-ഓളം സിനിമയുടെ ഒക്യുപ്പൻസി വരുന്നു. 28,39,000 രൂപയോളമാണ് ഇതുവരെയുള്ള കളക്ഷനായി വന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കളക്ഷനായിരുന്നു. അതായത് 1 കോടിക്ക് മുകളിൽ സ്റ്റഡി ആയിട്ട് പോയ സിനിമ നമ്മളുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 46 കോടിയോളം നേടിയിട്ടുണ്ട്. ട്രാക്കേഴ്സ് പറയുന്നു 41, 42 എന്നുള്ള കാര്യം. എന്താണ് ഈ ഒരു പിശുക്കെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റഡി ആയിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 25
25 കോടിയിലേക്ക് എത്തുകയാണ്. 23.5 കോടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായാലും ഇന്നും സിനിമയ്ക്ക് നല്ല ഒരു 40 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു. ഇന്നലെ ഏകദേശം 65-70 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടിയ ചിത്രം ആദ്യമായിട്ടാണ് 1 കോടിക്ക് താഴെ, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് താഴെ പോകുന്നത്. എന്തായാലും വലിയ ഒരുപാട് റിലീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ബാക്കി ഈ ഒരു എഫക്റ്റ് വരുന്നതെന്നറിയാം. ഇതിനോടകം തന്നെ 13,000-ന് മുകളിലുള്ള ഷോകളാണ് കേരളത്തിൽ സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 13,14,000-ഓളം ടിക്കറ്റുകൾ ആണ് സിനിമയുടേതായി വിറ്റുപോയതായിട്ട് കേസ് മുഖാന്തരം വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അപ്ഡേറ്റ് വന്നിരുന്നു. 7.5 ലക്ഷം ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം വിറ്റുപോയതായിട്ടുള്ളതും. എന്തായാലും ഈ ഒരു സിനിമ വിജയിക്കുമോ എന്നുള്ളത് ഇനിയും കണ്ടിരിക്കണം. കാരണം ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് 50 കോടി എന്നുള്ള ആ ഒരു കാര്യം കൊണ്ടാണ്. ഇനി മമ്മൂട്ടി ചിത്രം ഏകദേശം 1 മാസത്തിലേക്ക് കടക്കുകയാണ്. കളങ്കാവൽ മികച്ച സിനിമ എന്നുള്ളതാണ്. പ്രേക്ഷകരുടെ റിക്വസ്റ്റ് പ്രകാരം സിനിമയുടെ തിയേറ്റർ കൗണ്ടുകൾ കൂടുന്നു. കഴിഞ്ഞ ദിവസം 100ഓളം ഷോകളിൽ നിന്ന് ഇപ്പോൾ 135 ഷോകളിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. 5,100-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് ഇതുവരെ വിറ്റുപോയിരിക്കുന്നത്. 20% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് 8,80,000 രൂപ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 15 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്നും കളക്ഷൻ വന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി മികച്ച രീതിയിൽ തിയേറ്റർ ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ള അൻപേ പരാജയപ്പെട്ട മാർക്കറ്റിങ്ങുമാണ് സിനിമയെ ഈ രീതിയിലേക്ക് കൂപ്പുകുത്തിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങൾ വരെ സ്റ്റഡിയായിട്ട് 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വന്ന സിനിമയെ താഴേക്കിറക്കിയത് വേറെ പ്രേക്ഷകരല്ല, മമ്മൂട്ടി തന്നെയാണ് എന്നത് നമുക്കറിയാൻ കഴിയും. ഇത്ര മികച്ച സിനിമയാണ് ഈ ഒരു സിനിമ. ഇതിനോടകം തന്നെ ട്രാക്കിങ്ങിലൂടെ മാത്രം 31,25 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 37 കോടി കടന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടി ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ആഴ്ചയോടുകൂടി സിനിമ 85 കോടിയിലേക്ക് എത്തുമെന്നാണ് ട്രാക്കേഴ്സ് മുഖാന്തരം. 83.5 കോടി വരെ എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും മമ്മൂട്ടിയുടെ തന്നെ മുൻ സിനിമകളെക്കാൾ കൂടുതൽ കളക്ഷൻ ഈ സിനിമ നേടും. ഇവിടെ കണ്ണൂർ സ്ക്വാഡ് എന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ കളക്ഷൻ റെക്കോർഡ് ഈ ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസം ഈ ഒരു സിനിമ തൂക്കുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഡയസീറ, അതേപോലെ തന്നെ ഹൃദയപൂർവ്വം തുടങ്ങിയ എല്ലാ ചിത്രങ്ങളുടെയും കളക്ഷൻ ഈ സിനിമ ഭേദിച്ചിരിക്കുന്നു. ഒരു പക്ക വലിയ കൊമേഴ്ഷ്യൽ എലിമെൻ്റ് ഒന്നുമില്ല. അത് അഭിനയ പ്രാധാന്യം മാത്രമുള്ള ഒരു ചിത്രമായി വന്ന് ഇങ്ങനെ ഒരു കളക്ഷൻ തൂക്കണമെങ്കിൽ അത് മമ്മൂട്ടിയുടെ പ്രകടനം ഒന്നുകൊണ്ടും മാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സാധാരണ നമുക്കറിയാവുന്നൊരു കഥയെ ഇത്ര വിശ്വസനീയമായി വേറൊരു തലത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അത് മമ്മൂട്ടിയുടെ എവർഗ്രീൻ പെർഫോമൻസ്, ഇതുവരെ മമ്മൂട്ടിയുടെ കരിയറിലെ മാത്രമല്ല ഈ മലയാള സിനിമയുടെ കരിയറിലെ പോലും ഏറ്റവും മികച്ച പെർഫോമൻസായി ഈ സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 2026-ലെയും സംസ്ഥാന അവാർഡ് മമ്മൂട്ടിക്ക് എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഒരുപക്ഷെ നാഷണൽ അവാർഡ് തള്ളിക്കളയാൻ ചാൻസ് ഇല്ലാത്ത തരത്തിൽ മമ്മൂട്ടി പഴുതുകളടച്ച് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നു എന്നുള്ളതും ഏറെ ചർച്ചയാകുകയാണ്. ഹിന്ദി സിനിമാ ലോകം ഉൾപ്പെടെ എല്ലായിടത്തും ഈ ഒരു സിനിമ തരംഗമാവുകയും ചർച്ചയാകുകയും ചെയ്യുന്നത് ഇതിൻ്റെ പ്രകാരമാണ്. ഉണ്ണി മുകുന്ദൻ്റെ ചിത്രമാണ് മിണ്ടിയും പറഞ്ഞും. സിനിമയ്ക്ക് 3-ാം ദിനം 67ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 683ഓളം ഓഡിയൻസ് സിനിമ കണ്ടു എന്നുള്ളതും 5.5% ഒക്യുപ്പൻസിയിൽ സിനിമ നേടിയത് 1,15,000 രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഏകദേശം 2-2.25 ലക്ഷം രൂപയാണ് ഇന്നും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിയുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഹാൽ എന്ന ചിത്രമാണ്. ഹാലും ഏകദേശം 3-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുന്നു. 161 ഷോകളിൽ നിന്ന് 3,742 ടിക്കറ്റുകളാണ് സിനിമ ഇന്ന് വിറ്റുപോയിരിക്കുന്നത്. 11% ഒക്യുപ്പൻസിയിൽ 6,15,000 രൂപയോളം സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ 10 ലക്ഷവും അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 13 ലക്ഷം രൂപയും നേടിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 30 ലക്ഷത്തോളം രൂപ ട്രാക്ഡ് കളക്ഷനിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 45 ലക്ഷം രൂപയ്ക്ക് മുകളിലാവുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. ഗ്രേറ്റ് മീഡിയാസ്.